സിനിമാ മോഹവുമായി ബംഗളൂരുവിലേക്ക് വണ്ടി കയറിയ കൊച്ചിയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റായ യുവതിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം. അവൾ നേരിട്ട ചൂഷണങ്ങളെക്കുറിച്ച് പോലീസ് പട്രോളിനോട് വിവരിക്കുമ്പോൾ ഉള്ളിൽ ഭീതി വിട്ടൊഴിഞ്ഞിരുന്നില്ല. ഫോട്ടോഷൂട്ട് എന്ന വ്യാജേന ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ആലുവ പോലീസിനെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്നവർ ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണം. അതല്ലാതെ അവളുടെ സ്വപ്നങ്ങളുടെ ചിറകരിയരുത്. സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് ചതിക്കുഴിയിൽപ്പെടുന്ന പെൺകുട്ടികളുടെയും യുവതികളുടെയും കഥ നമ്മൾ നിരവധി കേൾക്കാറുണ്ട്. എന്നാൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഇതുപോലെ ഒരു അവസരം വാഗ്ദാനം ചെയ്ത് ബാംഗ്ലൂരുവിലേക്ക് പോകുന്നതിന് വഴി ഉണ്ടായ ഒരു ദുരനുഭവമാണ് ഇന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നത്. അന്ന് എന്താണ് സംഭവിച്ചത്? ആക്ച്വലി മാർച്ച് 30 ഒരു കൊളാബ് ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ജോ ആലുങ്കൽ, ആലുവക്കാരനായ ഫോട്ടോഗ്രാഫർ ജോ ആലുങ്കൽ എൻ്റെ കൂടെ ഞാൻ വർക്കിന് പോയി. ആലുവ എന്നാണ് സോന ട്രാവൽസിന്റെ ഒരു ബസ് ബുക്ക് ചെയ്തു. അതിൽ ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടി കയറി. കുറച്ചായപ്പോഴത്തേനും പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, എടോ ഇങ്ങനെ സെക്സിന് താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞു, സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു, എടോ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല, എനിക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഇല്ല, ഇതാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ റിട്ടേൺ പോകാമെന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ല, ഇത് കോമൺ അല്ലേ, ഞാൻ അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അവിടെ ചെന്നപ്പോൾ ഒറ്റ റൂം. അപ്പം ഞാൻ പറഞ്ഞു, എടോ എനിക്ക് വേറെ റൂം വേണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എടോ ഫിനാൻഷ്യലി ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഒറ്റ റൂം എടുത്തത്, നൈറ്റിലത്തേക്ക് വേറെ റൂം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെന്നു, ഫ്രഷായി. അത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ കയറി പിടിച്ചപ്പോൾ ഞാൻ അവിടെ കിടന്ന് ബഹളം വെച്ചു. ഞാൻ പറഞ്ഞു, 1-2 വട്ടം ആവർത്തിച്ചു. അപ്പം ഞാൻ ബഹളം വെച്ചു. ഞാൻ പറഞ്ഞു, എടോ ഞാനിതിവിടെ ഇപ്പോൾ വിഷയമാക്കും, ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എടോ പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുകയാണ്, അമ്മയില്ല, ബ്രദർ വേറെയാണ് താമസം, ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാൻ, ദയവ് ചെയ്ത് പണി തരല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. 31-ാം തീയതി വൈകിട്ടായപ്പോഴത്തേക്കിനും ഇവൻ എൻ്റെ അടുത്ത് പറയാണ്, എടോ ഷൂട്ട് നടക്കില്ല. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി? അത് പുള്ളിക്കാരത്തേക്ക് മോഡലിന് എമർജൻസി, മോഡൽ ബാംഗ്ലൂർ ഉണ്ട് എന്നാണ് പറഞ്ഞത്, മോഡലിന് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഒരു വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു ഒരു പെണ്ണിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ എങ്ങനെയും ഒന്ന് ഷൂട്ടിങ് പറയാം, കാരണം ഞാൻ എൻ്റെ ഫാമിലിയിലായാലും എവിടെയായാലും പറഞ്ഞിരിക്കുന്ന ബാംഗ്ലൂർ ഷൂട്ടിന് വന്നു, ഫോട്ടോസ് എനിക്ക് കാണിക്കണം, ഇല്ലേ എന്തിനു പോയി എന്നൊരു ചോദ്യം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ താൻ വിളിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ഇരുന്ന് വിളിച്ചു. പക്ഷെ പുള്ളിക്കാരത്തി നോ പറഞ്ഞു. അപ്പോൾ 31-ാം തീയതി കഴിഞ്ഞു, 1-ാം തീയതി രാവിലെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. റിട്ടേൺ ടിക്കറ്റ് ആൾ ബുക്ക് ചെയ്തിരുന്നില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കയറി. അവൻ ആലുവയിൽ ഇറങ്ങി, ഞാൻ ജംഗ്ഷനിലിറങ്ങി, എറണാകുളം ജംഗ്ഷനിലിറങ്ങി. മാം ഞങ്ങളെ 2 പേരെയും കൂടെ വിളിച്ചു. ജോ വന്നിരുന്നതും ചോദിച്ചു, ആ മോഡലിൻ്റെ നമ്പർ ഒന്ന് തന്നെ, എന്തായാലും ഷൂട്ട് ക്യാൻസലായി, ഇവിടം വരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. മോഡലിൽ കോൾ എടുത്തു. അതെ, ഈ ആഴ്ച എവിടെയെങ്കിലും ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. 26-ാം തീയതി, അതായത് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിൻ്റെ അന്ന് ജോ വിളിച്ചിട്ട് ചോദിച്ചു അവൈലബിൾ ആണോ, ബാംഗ്ലൂർ ഷൂട്ടിന് വരുന്നുണ്ടോ പറഞ്ഞു, വേറെ ഷൂട്ടിന്. അപ്പോൾ പറഞ്ഞു ഇല്ല അവൈലബിൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ, എടോ അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മോഡലിനെ കണക്ട് ചെയ്ത് തരുമോ എന്ന് അതിൻ്റെ അവൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതല്ലാണ്ട് അവൻ പറഞ്ഞു, അങ്ങനെയാണ് താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, 31-ാം തീയതി ആകുമ്പം എനിക്കൊരു വോയിസ് മെസ്സേജ് ഇടാമോ, എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം, ഷൂട്ടിന് വരാൻ പറ്റില്ല പറഞ്ഞു, ഒരു വോയിസ് മെസ്സേജ് ഇടാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇവൻ എന്നെ കേൾപ്പിച്ച വോയിസ് മെസ്സേജ് ആ ഫോണിലെത്തുന്നത്. ഓൾറെഡി എന്നെ പരിചയമുള്ള ഒരാളല്ല, ഓൾറെഡി എൻ്റെ അടുത്ത് സെക്സ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സെക്സിന് വേണ്ടിയിട്ടാണ്, കിട്ടുമോ ഇല്ലയോ എന്ന് 50-50 ചാൻസിൽ ഇവൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. അതിൽ വേറെ എന്തോ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സെക്സ് മോട്ടീവ് ആണെങ്കിൽ ഒരാൾ 10-15,000 രൂപ മുടക്കി ഒരു ഉറപ്പില്ലാണ്ട് കൊണ്ടുപോകില്ല. സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ യുടെ പെരുമാറ്റം വളരെ വേദന തരുന്ന രീതിയിലാണ്. ഇനി എന്താണ് തുടർ നീക്കം എന്ന രീതിയിൽ, അതായത് ഇവിടെ കേസ് കൊടുത്തിട്ടും നമുക്കൊരു നീതി കിട്ടിയില്ല, അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടുള്ള തീരുമാനം എന്താണ്? എനിക്ക് അവിടുന്ന് തന്നെ നീതി വേണം. ഞാൻ വേറൊരു സ്റ്റേഷനിലോ അല്ലെ ഇതിൻ്റെ ഹയറിലോ ഞാൻ ഇപ്പോൾ പോകാൻ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം പിന്നെ എന്തിനാണ് ആ സ്റ്റേഷൻ അവിടെ ഇരിക്കുന്ന, ആലുവ സ്റ്റേഷനിൽ പോലീസുകാർ അത്രയും പേര് അവിടെ ഇരിക്കുന്ന എന്ത് കാര്യത്തിനാണ്? ഈ പെൺകുട്ടി നേരിടേണ്ടി വന്ന ദുരനുഭവം ഒറ്റപ്പെട്ടതല്ല. നീതി ഉറപ്പാക്കേണ്ട പോലീസാണ് ഇവിടെ കണ്ണടയ്ക്കുന്നത്. നവമി ദിനേശ്, ന്യൂസ് 18, കൊച്ചി.